ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, എന്നാലും ഈ സച്ചിൻ എന്താ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നേ? പിന്നെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് എന്താ കാര്യം? അത് കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടി പോലെ അങ്ങ് പോവണം. ഒഴുകി പോകുന്ന വഴിക്ക് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വെക്കണം. താങ്ക്സ് കേട്ടോ. എന്തിന്? എനിക്ക് തന്ന ഈ സ്നേഹത്തിനും കരുതലിനും. ഇതെന്താ ഇത്ര വലിയ ആലോചന? കാര്യമായിട്ട് എന്തോ പറ്റിയ ലക്ഷണമുണ്ടല്ലോ. എന്താ സച്ചേട്ട വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? സച്ചേട്ടാ, ഞാൻ ചോദിച്ച കേട്ടില്ലേ? അല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡോക്ടറെ വിളിക്കണോ? എന്തൊക്കെയാ സച്ചേട്ടനെ പറയുന്നേ? ഞാൻ എന്താ ചോദിച്ചത്, സച്ചേട്ടൻ എന്താ മറുപടി പറഞ്ഞത്? അത് താൻ വന്ന് ഞാൻ കണ്ടില്ല. സോറി, ഞാൻ വരുമ്പോ താൻ വാഷ്റൂമിലായിരുന്നു. സച്ചേട്ടന് ശരിക്കും എന്താ പറ്റി? എനിക്കെന്താ പറ്റാ? അത് ഞാൻ വേറെന്തൊക്കെ ആലോചിച്ചു പോയി. താൻ ചോദിച്ചപ്പോ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇത് നല്ല തമാശ ആയിപ്പോയി. എന്തായിരിക്കും സച്ചേട്ടന്റെ മനസ്സിൽ? ഇനിയും ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച് കാണുമോ? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കേട്ടാൽ തന്നെ സച്ചേട്ടന് ഭ്രാന്ത് പിടിക്കും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. സച്ചേട്ടാ, ഏയ്, ഇതത് തന്നെയാ. ആ സന്ദേശം എന്തായാലും പറഞ്ഞ് പേടിപ്പിച്ച് കാണും. എന്തായാലും അത് മനസ്സിൽ നല്ലതുപോലെ തട്ടിയിട്ടുണ്ട്. വരട്ടെ, സമാധാനമായിട്ട് ചോദിക്കാം. ഞാൻ വന്നത് ഈ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോകാനാ. നന്ദന്റെ ജീവിതത്തിൽ ഇനി നീ വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ചതിയനാ നിങ്ങൾ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കാരണമല്ല നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. വാക്ക് തെറ്റിച്ചതും എന്നെ ചതിച്ചതും നിന്റെ അച്ഛനാ. യഥാർത്ഥത്തിൽ ചതിച്ചത് നിന്റെ അച്ഛനാ. മോളെ,
എന്തായിരുന്നു ഇത്ര വലിയ പ്രാർത്ഥന? കുറച്ചു നേരമല്ലോ അകത്തേക്ക് പോയിട്ട്. ആവശ്യമില്ലാത്തതെല്ലാം കൂടെ പറഞ്ഞ് ഭഗവാനെ ബോറടിപ്പിച്ചോ? ഏയ്, ഞാൻ ബോറടിപ്പിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ എന്ത് ബോറടി? ഓരോ നിമിഷം തോറും ആളുകൾ ഇങ്ങനെ ഓരോ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും കേട്ട് തീരാൻ തന്നെ ഭഗവാന് സമയം കിട്ടില്ല. അല്ല, താൻ എന്താ ഭഗവാനോട് പറഞ്ഞത്? അവന്തികയുടെ കരങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ മോചിപ്പിച്ച് തരണേന്ന്. ആ പ്രാർത്ഥന ഉടനെ ഒന്നും ഫലിക്കുമെന്ന് തോന്നുന്നില്ല. മ്യൂച്വൽ ഡിവോഴ്സിന് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മരിച്ചാലും അവൾ അതിന് സമ്മതിക്കത്തില്ല. എത്രമാത്രം എന്നെ ദ്രോഹിക്കാമോ അത്രയും അവൾ എന്നെ ദ്രോഹിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിവോഴ്സ് കിട്ടുവരെ എന്തിനാ നോക്കിയിരിക്കുന്നത്? അത് നടക്കുമ്പോ നടക്കട്ടെ. ഒരു ക്ഷേത്രത്തിൽ പോയി നിറഞ്ഞ മനസ്സോടെ പരസ്പരം ഒരു മാല ചാർത്തി നമുക്ക് നമ്മുടെ ലൈഫ് തുടങ്ങിയാലോ? മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തല്ലേടോ ഏറ്റവും വലുത്. താനെന്ത് പറയുന്നു? എനിക്ക് സമ്മതമാണ്. നന്ദേട്ടൻ അച്ഛനോട് സംസാരിക്കേ. അച്ഛനോട് സംസാരിക്കാൻ ഞാൻ സന്ദീപിനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവൻ സംസാരിക്കട്ടെ, പിന്നെ ഞാൻ സംസാരിക്കാം. എന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ആർക്കും ഒരു പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു. അവന്തിക എന്റെ ചോര ഊറ്റി കുടിച്ച യക്ഷിയായിരുന്നു അവള്. എന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് ദൈവം അവളോട് കണക്ക് ചോദിക്കും. എനിക്ക് അമ്മാവനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അന്ന് അച്ഛൻ സേതുമാധവന് പണം കൊടുക്കാൻ പോകുമ്പോ അമ്മാവനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് കൊടുത്ത പണത്തിന് അച്ഛൻ എന്തെങ്കിലും എഗ്രിമെന്റ് വാങ്ങിയിരുന്നോ? എഗ്രിമെന്റ് തരണമെന്ന് വിനയചന്ദ്രൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ സേതുമാധവൻ അത് കൊടുത്തില്ല.